സീക്രട്ട് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീക്രട്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലോൺ TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിമന്യമാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്ലാസ്സിൽ സംബന്ധിക്കുന്നതിനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെമ്പേരി ഫൊറോനയിലെ ദീപഗിരി സെന്റ് തോമസ് ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവപ്രമാണങ്ങളിലെ 6-ാം പ്രമാണത്തെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. അടുത്ത ചോദ്യം ആരാണ്? സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, ഒരു വൈദികനോ അല്ലെങ്കിൽ ഒരു സമർപ്പിതയോ ശുദ്ധതയ്ക്കെതിരായ പാപം ചെയ്യാനിടയായാൽ അവർ ആ രീതിയിൽ തന്നെ, ആ സ്ഥിതിയിൽ തന്നെ, അല്ലെങ്കിൽ ആ പദവിയിൽ തന്നെ തുടരുന്നത് ശരിയാണോ? ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ അവർ നിയമ നടപടികൾക്ക് ബാധകമാകേണ്ടി വന്നാൽ അതിൻ്റെ സാമ്പത്തിക സഹായം എവിടെ നിന്നാണ് ചെയ്യുന്നത്? ക്ലിൻ്റൺ ഇത്രയും സൂക്ഷ്മമായ സംശയമുണ്ട് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. അതായത് വൈദികരെ, സന്യസ്തരെ അവരുടെ വ്രതത്തിന് ഭംഗം വരുത്തിയാൽ അവർ അതിനുള്ള നിയമ നടപടികൾക്ക് വിധേയമാകണം. അതിനകത്ത് സംശയമൊന്നുമില്ല. അവരുടെ തെറ്റിൻ്റെ ഗൗരവം ഏതാണ് എന്നുള്ളതും ഈ വ്രതത്തിൻ്റെ ഭംഗം വരുത്തുന്ന തലങ്ങൾ ഏതൊക്കെ. ഇപ്പം നമുക്കറിയാം, ഇപ്പം ബ്രഹ്മചര്യ വ്രതത്തിന് വിചാരം കൊണ്ട് ഭംഗം വരാം, സംസാരത്തിൽ ഭംഗം വരുത്താം, പ്രവൃത്തികളിലൂടെ ഭംഗം വരുത്താം, പ്രവൃത്തികൾ തന്നെ ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. അപ്പോൾ ഈ ശുദ്ധതയ്ക്ക് ഭംഗം വരുത്തി എല്ലാവരെയും സഭയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയുന്നത് ശരിയായ കാഴ്ചപ്പാടായിരിക്കണമെന്നില്ല. അത് ആ പ്രവൃത്തിയുടെ ഗൗരവം അനുസരിച്ചുകൊണ്ട് അവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കപ്പെടും സഭയിൽ. അതേസമയം രണ്ടാമത്തെ കാര്യം, ഇത് ചില കാര്യങ്ങൾ ഈ നിയമപരമായ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും. ഉദാഹരണമായിട്ട് ഒരു പ്രായപൂർത്തിയാകാത്ത വ്യക്തിയെ ഏതെങ്കിലും വിധത്തിൽ പീഡിപ്പിച്ചതാണ്. അത് രാജ്യത്ത് പോക്സോ നിയമത്തിൻ്റെ കീഴിൽ ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതല്ല എങ്കിൽ ഏതെങ്കിലും ഉഭയകക്ഷി സമ്മതത്തോടെ നടന്ന ഒരു സംഭവമാണ്. അതാ ഞാൻ പറഞ്ഞ ഈ ഒരു സംഭവത്തിൻ്റെ ഗൗരവം പരിഗണിക്കുമ്പോൾ നിയമപരമായി തന്നെ ഇതിൻ്റെ ഗൗരവത്തിന് മാറ്റങ്ങളുണ്ട്. അതെല്ലാം പരിഗണിച്ചിട്ട് നമുക്കൊരു വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി നിയമപരമായി വരുന്ന ഒരു വിഷയമാണ് എങ്കിൽ സഭയിൽ അതിന് പ്രത്യേകിച്ച് നിയമമൊന്നും എഴുതി വച്ചിട്ടില്ല. എവിടുന്നാണ് അത് കേസ് വന്നാൽ കാശെടുത്ത് ചിലവാക്കേണ്ടത് എന്ന്. കാരണം അങ്ങനെ ഒരു കാര്യം സഭ മുൻകൂട്ടി കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ഈ ശുദ്ധതയ്ക്കെതിരായ കേസിൽപ്പെട്ടാൽ അതിൻ്റെ പൈസ ഇന്നവരാണ് ചിലവാക്കേണ്ടത് എന്ന് നിയമം എഴുതി വയ്ക്കാൻ മാത്രം ഗതികേട് സഭയ്ക്കില്ല, മനസ്സിലാക്കുക. അതുകൊണ്ട് അത് അവർ തെറ്റുകാരാണെങ്കിൽ അവരവരുടേതായ വഴികളിൽ കണ്ടെത്തിക്കണം. അതേസമയം സഭയെയും സമൂഹത്തെയും താറടിക്കുന്നതിന് വേണ്ടി ബോധപൂർവം കെട്ടിച്ചമച്ച ആരോപണമാണ് എന്ന് സഭയ്ക്ക് ബോധ്യമുണ്ട് എങ്കിൽ സഭ ആ ഒരു വിഷയത്തെ ആ രീതിയിൽ തന്നെ നേരിടാൻ തീരുമാനിച്ചെന്നിരിക്കും. അതേക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനും അന്വേഷണം നടത്തുന്നതിനും ഒരു വ്യക്തിയുടെ പങ്കാളിത്തം അതിനകത്ത് എന്തുമാത്രമുണ്ട്, ഈ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യത്തിൽ ഈ വ്യക്തിക്ക് പങ്കാളിയാകാനുള്ള സാഹചര്യം, സാധ്യത, ഇവയൊക്കെ സഭ ആഭ്യന്തരമായി തന്നെ സഭയുടെ ഇൻറ്റേർണൽ സർക്കിളുകളിലൂടെ തന്നെ അത് അന്വേഷിച്ച് കണ്ടെത്തുകയും ആവശ്യമെങ്കിൽ ആ വ്യക്തിയെ പിന്തുണയ്ക്കുകയും ആ വ്യക്തി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ ഇത്തരം നിയമ നടപടികൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം റിസ്കിൽ ചെയ്യണം എന്ന് നിലപാടെടുക്കുകയും ചെയ്യും. അതാണ് സഭയിൽ ഇപ്പോൾ നിലവിലുള്ള സംവിധാനം എന്ന് പറയും. പിന്നെ ആരോപണങ്ങളെ കേൾക്കുമ്പോഴത്തേന് നമ്മൾ
ആവിയായി പോകാനൊന്നും പറ്റിയല്ല. അത് സഭയെ തകർക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഇത്തരം ആരോപണങ്ങളെ പർവ്വതീകരിക്കുന്ന വ്യക്തികളുണ്ട്. ആരോപണം ആർക്കും ഉന്നയിക്കാം. ആരോപണത്തിൻ്റെ പേരിൽ ഒരാളെ സഭയ്ക്ക് പുറത്താക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. സഭയ്ക്ക് സഭയുടേതായ രീതിയിലുള്ള അന്വേഷണമുണ്ട്. അതുപോലെ തന്നെ അത് നിയമത്തിൻ്റെ മുമ്പിൽ വരേണ്ട കാര്യങ്ങളാണ് എങ്കിൽ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള അന്വേഷണങ്ങളുണ്ട്. പണമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിയമപരമായ സഹായം കിട്ടാതെ ഒന്നും വരികയല്ല. കാരണം അങ്ങനെയും സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അത്തരം വ്യക്തികൾക്ക് വേണ്ടി സർക്കാർ തന്നെ വക്കീലന്മാരെ നിയമിച്ചു കൊടുത്തോളൂ. അതുകൊണ്ട് ആര് പൈസ കൊടുക്കും എന്നോർത്ത് വിശ്വാസികൾ അമിതമായി ആശങ്കപ്പെടേണ്ടതില്ല. താങ്ക് യു പിതാവേ. അടുത്ത ചോദ്യം ആരാണ്? പിതാവെ, ഭിന്നലിംഗക്കാരെയും ദൈവം സൃഷ്ടിച്ചതാണല്ലോ. അവരും ഒരു ലൈംഗിക ജീവിതത്തിന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് അത് സാധ്യമാകുക? അതുപോലെ സമൂഹത്തിൽ അവർക്കെതിരെയുള്ള അവഗണനയും അതിക്രമങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഉന്നമനത്തിന് വേണ്ടി സഭ എന്തൊക്കെയാണ് ചെയ്യുന്നത്? യെസ്, ഭിന്നലിംഗക്കാർ എന്ന് പറയുന്നത് നമ്മൾ ഈ അടുത്ത കാലത്ത് വളരെയധികം കേട്ട ഒരു പദപ്രയോഗമാണ്. ദൈവം ഭിന്നലിംഗക്കാരെ സൃഷ്ടിച്ചോ എന്ന് ചോദിച്ചാൽ ദൈവം അങ്ങനെ സൃഷ്ടിച്ചോ എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാനാവില്ല. ഏതാണെങ്കിലും ഇപ്രകാരം ചില സാഹചര്യങ്ങളുണ്ട്. ഇത് ഈ ഭിന്നലിംഗം എന്ന് പറയുന്നത് നമ്മൾ വളരെ വ്യത്യസ്തമായി മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. ചിലർ ആണായി ജനിച്ചു, പക്ഷേ അത് പെണ്ണായി തീരാൻ വേണ്ടി വിവിധ ശസ്ത്രക്രിയകളിലൂടെ അങ്ങനെ മാറ്റിയെടുക്കാൻ തൻ്റെ ലൈംഗികതയെ പുനഃസൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. അത് ഭിന്നശേഷിയാണോ എന്ന് ചോദിച്ചാൽ, അവർ പ്രത്യേകം സഹതാപം അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് വ്യത്യസ്തമായ ഉത്തരമായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ നേരെ തിരിച്ചുമാകാം. ആ പെണ്ണായിരുന്ന ഒരാൾ ആണാകാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ, അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ, അത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള വലിയ ഓപ്പറേഷനുകൾ വൻതോതിൽ പണം മുടക്കിയുള്ള സംവിധാനങ്ങൾ പല ആശുപത്രികളിലും ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പലതും ഭിന്നലിംഗം എന്ന് പറയുന്നത് വ്യത്യസ്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. പിന്നെ ഒരാളുടെ ലൈംഗിക ആഭിമുഖ്യം, അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. അതായത് ഒരു വ്യക്തിയുടെ ലൈംഗിക ആഭിമുഖ്യം, ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്വവർഗ ലൈംഗിക ആഭിമുഖ്യമുള്ളവരുണ്ട്, LGBT ആയിട്ടുള്ള വ്യക്തികൾ. ആ വ്യക്തികളുടെ ലൈംഗിക ആഭിമുഖ്യങ്ങളെ വിലയിരുത്തുന്നതിന് വ്യത്യസ്ത മാനദണ്ഡങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് ഇത്തരം ലൈംഗിക ആഭിമുഖ്യങ്ങൾ ഒരു വ്യക്തിയിൽ ജനറ്റിക്കലി സംഭവിച്ചതാണ് എന്നിതുവരെയും ഒരു ശാസ്ത്രവും തെളിയിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ വ്യക്തി കുഞ്ഞുനാൾ മുതൽ കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങൾ, ആ വ്യക്തിയുടെ ലൈംഗിക വളർച്ചയുടെ ഘട്ടങ്ങളിൽ ലഭിക്കാതെ പോയ ചില ശ്രദ്ധക്കുറവുകൾ, ഇതൊക്കെയും ആ വ്യക്തിയുടെ ലൈംഗിക ആഭിമുഖ്യങ്ങളെ വ്യത്യസ്തമാക്കി എന്ന് ന്യായമായും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇതേക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നത് അത്തരത്തിലുള്ള ചില കാഴ്ചപ്പാടുകളാണ്. അതുകൊണ്ട് ശാരീരികമായി സ്വന്തം ലൈംഗികതയെ പുനർനിർവചനം ചെയ്യാൻ ശ്രമിക്കുന്നത് വ്യത്യസ്തമായി മനസ്സിലാക്കണം. സ്വന്തം ലൈംഗിക ആഭിമുഖ്യങ്ങളെ തെറ്റായി മനസ്സിലാക്കുന്നതിലൂടെ ഇത്തരത്തിൽ എത്തിച്ചേരുന്ന വ്യക്തികളുണ്ടാകാം. ഒരുപക്ഷെ തങ്ങളുടെ തന്നെ ശരീരത്തിലെ ലൈംഗിക അവയവങ്ങളുടെ ശരിയായ വളർച്ചക്കുറവ്, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ലൈംഗിക അവയവങ്ങൾ രൂപപ്പെടാത്ത അവസ്ഥകൾ, ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ശാരീരിക വൈകല്യങ്ങളായി അനുഭവപ്പെടുന്നതിൻ്റെ ഫലമായി ഈ ഗ്രൂപ്പിൽപ്പെടുന്ന വ്യക്തികളുണ്ടാകാം. അതുകൊണ്ട് നമ്മൾ ഈ തേർഡ് ജെൻഡർ എന്ന് പറഞ്ഞ് ഒരു നിമിഷം കൊണ്ട്
അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു വിഭാഗീകരിക്കാവുന്ന ഒരു ഗ്രൂപ്പല്ല അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സൃഷ്ടാവിനെ ഇതിനകത്ത് കുറ്റപ്പെടുത്തുന്നതിലും നമ്മൾ വളരെയേറെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളെ രൂപപ്പെടുത്തുകയും അവരെ അത്തരം ഗ്രൂപ്പുകളിൽ തളച്ചിടുകയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവർ കടന്നു വരാതിരിക്കാൻ അവരെ അങ്ങനെ ബ്രാൻഡ് ചെയ്ത് അവരെ പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് സമൂഹത്തിൽ ഇന്ന് ശക്തിപ്പെടുന്നത്. ഇത്തരത്തിലുള്ള വ്യക്തികളെ ശരിയായ ബോധവൽക്കരണങ്ങളിലൂടെയും മനഃശാസ്ത്രപരമായ സമീപനങ്ങളിലൂടെയും അതുപോലെ തന്നെ ശാരീരികമായ ചികിത്സകളിലൂടെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ആത്മാർത്ഥമായ അന്വേഷണം പോലും അവസാനിപ്പിച്ചുകൊണ്ട് ഇത്തരം വ്യക്തികളെ സമൂഹത്തിൽ എപ്പോഴും അവഗണിക്കുകയും അവരെ ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് ഒഴിവാക്കി നിർത്തുകയും ചെയ്യുന്ന ആ പ്രവണത അവരുടെ അവകാശങ്ങളെ നേടിയെടുക്കുന്നതിനുള്ള ശരിയായ സമീപനമാണ് എന്ന് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഇത്തരത്തിൽ അത് കാഴ്ചപ്പാടുകളിലെ വൈകല്യമാകാം, അതല്ലെങ്കിൽ ശാരീരികമായ ന്യൂനതകൾ മൂലമാകാം, ഒരു വ്യക്തി തൻ്റെ തന്നെ ലൈംഗിക സ്വത്വം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടത് മൂലമാകാം, ഏത് കാരണത്താലായിക്കോട്ടെ ഈ ഒരു അവസ്ഥയിൽ എത്തിയ വ്യക്തിയോട് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനമോ അതിക്രമമോ കാണിക്കുന്നത് അന്യായമാണ്. അവരോട് സഭയുടെ നിലപാട് ഒരമ്മയുടെ കരുതലോടെ കരുണയോടെ അവരെ പരിപാലിക്കണമെന്നും അവരുടെ നല്ല അജപാലകരാകാൻ എല്ലാ അജപാലകർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുമാണ് സഭ അതേക്കുറിച്ച് നൽകുന്ന പഠനങ്ങൾ. ഇത്തരം വ്യക്തികളെ പ്രത്യേകമായി ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള ആത്മീയ ശുശ്രൂഷകൾ, മതപഠനങ്ങൾ, അതുപോലെ വിശുദ്ധ കുർബാന ഒക്കെ ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സഭ അവർക്ക് വേണ്ടി ക്രമീകരണങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം വ്യക്തികൾക്ക് വേണ്ടിയുള്ള ആധ്യാത്മിക ശുശ്രൂഷകൾ നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സഭ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതും സത്യമാണ്. ഒരു വിധത്തിലും അവരുടെ മാനുഷികമായ മഹത്വത്തെ ഇകഴ്ത്തിക്കാട്ടുന്നതിനോ അവരെ ഇങ്ങനെ വിഭാഗീകരിച്ച് പാർശ്വവൽക്കരിക്കുന്നതിനോ അവരുടെ ലൈംഗിക പ്രതിസന്ധികളെയോ ലൈംഗിക അവസ്ഥകളെയോ മാനദണ്ഡമാക്കാൻ പാടില്ല എന്നതാണ് സഭയുടെ നിലപാട്. അടുത്ത ചോദ്യം ആരുടെയാണ്? ഓക്കെ, പേരെന്താണ്? നിതിൻ. ചോദ്യം എന്താണ് നിതിൻ്റെ? പിതാവേ, ലൈംഗികമായ താല്പര്യം തോന്നായിക, വ്യതിരക്തമായ ലൈംഗിക താല്പര്യം എന്നിവ ഒരു രോഗമാണോ അതോ മാനസികാവസ്ഥയാണോ? അത്തരക്കാരോട് സഭയ്ക്കുള്ള സമീപനം എങ്ങനെയാണ്? യെസ്, ലൈംഗിക താല്പര്യങ്ങളില്ലാതിരിക്കുക അഥവാ ലൈംഗിക മരവിപ്പ്, ലൈംഗിക ജഡത്വം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ മാനസികമായ ചില പ്രതിസന്ധികൾ മൂലം സംഭവിക്കുന്നതാകാം. അതിന് നല്ലൊരു കൗൺസിലിങ്ങിൻ്റെയോ അല്ലെ സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്യാട്രിസ്റ്റിൻ്റെയോ സഹായം ആവശ്യമായി വരാം. അത്തരത്തിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ലൈംഗികമായ യാതൊരു ചോദനകളും ഇല്ലാത്ത ഒരു അനുഭവമാണ് എങ്കിൽ ആ വ്യക്തി തീർച്ചയായും അതിന് പറ്റിയ ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെയോ സമീപിച്ച് ചികിത്സ തേടേണ്ടത് തന്നെയാണ് എന്നാണ് സഭയുടെ നിലപാടും. അതാണ് ചെയ്യേണ്ട ശരിയായ വഴി. രണ്ടാമത്, ഈ വ്യത്യസ്ത ലൈംഗിക ആഭിമുഖ്യങ്ങൾ, അതേക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഉദാഹരണമായിട്ട് ഈ നമ്മൾ LGBT എന്ന് പറയുന്ന വിഭാഗം, ലെസ്ബിയൻ, ഗേ, ട്രാൻസ്ജെൻഡർ, ഇങ്ങനെ ബൈസെക്ഷുവൽ എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത ലൈംഗിക ആഭിമുഖ്യങ്ങൾ. ഈ ലൈംഗിക ആഭിമുഖ്യങ്ങളെ നമ്മൾ ശരിയായ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോഴുള്ള പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള ലൈംഗിക ആഭിമുഖ്യങ്ങളെ ശരിയായ രീതിയിൽ പഠനവിധേയമാക്കുകയോ ആ ആഭിമുഖ്യങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ ആഭിമുഖ്യങ്ങളാണോ അതോ അവർ വളർന്ന സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചതാണോ
എന്നുള്ള പഠനത്തിന് പോലുമുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും 5ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കൊച്ചു പറയുകയാണ് ഞാൻ ഗേ ആണ് എന്ന് പാശ്ചാത്യ രാജ്യത്തിൽ പറഞ്ഞാൽ പിന്നെ അവനെ അങ്ങനെ ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് മാതാപിതാക്കൾ പോലും അവനെ മറ്റൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കൽ പോലും കൊണ്ടുപോകരുത് എന്ന് നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ അവന് ഗേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും പിടിയില്ല. ഗേന്നും ഗോന്നും പറയുന്നതിൻ്റെ വ്യത്യാസം മനസ്സിലാകാത്തൊരു പ്രായത്തിൽ ഒരു കൊച്ചങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അവനെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറയുന്നത് ആ കുഞ്ഞിനോട് കാട്ടുന്ന അന്യായമാണ് എന്നതാണ് സഭയുടെ നിലപാട്. ആ കൊച്ച് തൻ്റെ ലൈംഗിക സ്വത്വം കണ്ടെത്തുന്നതിന് വേണ്ട എല്ലാ പിന്തുണയും സഹായവും ആ കുഞ്ഞിന് മനഃശാസ്ത്രപരമായും ശാരീരിക ശാസ്ത്രപരമായും ചെയ്തു കൊടുക്കണം. കാരണം ശാസ്ത്രം വളരെ വ്യക്തമായ പഠനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്രകാരം ഒരു ജെനറ്റിക്കൽ ഡിസോർഡറോ ക്രോമസോമൽ ഡിസോർഡറോ വഴിയായിട്ട് ഒരു വ്യക്തിയും ഇന്നേ വരെയും ഗേയായോ ലെസ്ബിയനായോ ജനിക്കുന്നില്ല എന്ന് വളരെ വിദഗ്ധമായ പഠനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ജെനറ്റിക്കൽ ഡിസോർഡർ ആണ് എന്ന് വാദിക്കുന്നവർക്ക് തങ്ങളുടെ വാദത്തെ തെളിയിക്കാനുള്ള ഒരു അടിസ്ഥാനവും ഇന്നേ വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തന്നെയുമല്ല, ഇതിനൊരു മറുവശമുണ്ട്. അതായത് ഈ മേഖലയിൽ വലിയ ഗവേഷണം നടത്തുന്ന മെഡിക്കൽ ഡോക്ടർമാർ 17,000 ഗേ പേഴ്സൺസിൽ പരീക്ഷണം നടത്തിയ ചികിത്സ നടത്തിയ ഒരു മെഡിക്കൽ ഡോക്ടറെ കുറിച്ച് അമേരിക്കൻ ജേർണലുകളിൽ വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഇതാണ്: 17,000 ഗേ പേഴ്സൺസിൽ അദ്ദേഹം തൻ്റെ സൈക്യാട്രിയുടെ വൈദഗ്ധ്യം ഉപയോഗിച്ചുകൊണ്ട് കൗൺസിലിങ്ങിലൂടെയും ചികിത്സകളും നൽകിയപ്പോൾ അതിൽ 12,000 പേരും തികച്ചും നോർമലായ ലൈംഗിക ജീവിതത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ നോർമൽ എന്ന് പറയുന്നതിലൂടെ LGBT-ക്കാരെ അധിക്ഷേപിക്കുകയല്ല നമ്മൾ ഉദ്ദേശിക്കുക. സാധാരണഗതിയിലുള്ള ഭാര്യാഭർത്തൃ ലൈംഗിക ജീവിതത്തിലേക്ക് വരാനും അതിലൂടെ സ്വാഭാവികമായ കുടുംബജീവിതം നയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വളരെ ശാസ്ത്രീയമായി പഠനം നടത്തിയിട്ട് അവതരിപ്പിക്കുന്നത്. വെറുതെ സങ്കല്പമല്ല, തിയറിയല്ല. അദ്ദേഹം ചികിത്സിച്ചവരുടെ കഥ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയും. ഇനി അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, ഈ ചികിത്സ ഫലിക്കാതെ പോയ 5000-ഓളം പേരുണ്ട്. അവരിതിനോട് സഹകരിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഇത് ചെയ്യാൻ സാധിക്കാതെ പോയത് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സാങ്കല്പിക തത്വങ്ങൾക്ക് പിന്നാലെ പോകാതെ പ്രായോഗികമായി ശാസ്ത്രീയമായി ഈ വിഷയത്തെ സമീപിച്ചാൽ ഇങ്ങനെ ഈ തേർഡ് ജെൻഡർ എന്ന ഒരു ബ്രാൻഡിൽ നമ്മൾ സമൂഹത്തിലെ വലിയൊരു ശതമാനം ആളുകളെ പാർശ്വവൽക്കരിച്ച് അവരെ അങ്ങനെ ജീവിക്കാൻ വേണ്ടി വിടുന്നത് അവരോട് ചെയ്യുന്ന ഒരു അന്യായമാണ്. സമൂഹത്തിന് അവരോടൊരു ഉത്തരവാദിത്തമുണ്ട്. അവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് സമൂഹം ഒളിച്ചോട്ടം നടത്തുന്നതാണ് ആരെങ്കിലും ഇങ്ങനെ ഒരു ആഭിമുഖ്യമുണ്ട് എന്നറിയിച്ചാൽ, ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷുവൽ, ട്രാൻസ്ജെൻഡർ എന്നൊക്കെ ആഭിമുഖ്യങ്ങൾ പറഞ്ഞാൽ നീ ജീവിതകാലം മുഴുവൻ അങ്ങനെ ജീവിച്ചോ, ഈ പൊതുസമൂഹത്തിൽ നിനക്ക് സ്ഥാനമില്ല എന്ന മട്ടിൽ പറയുന്നതിലാണ് അവരോട് അന്യായം ചെയ്യുന്നത് എന്നാണ് സഭ കരുതുക. അതുകൊണ്ട് അവർക്ക് എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ അജപാലനപരമായി അനുയാത്ര ചെയ്യുകയും ചെയ്യണം എന്നതാണ് സഭയുടെ നിലപാട്. മറ്റ് വ്യക്തികളോട് കാണിക്കുന്നതിനേക്കാളും കൂടുതൽ പരിഗണനയും സ്നേഹവും സഭയാകുന്ന അമ്മ ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് നൽകുകയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കാൻ എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം. ഇനി അവരെ എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് എങ്കിൽ അവർ യാതൊരു വിധത്തിലുള്ള വിവേചനവും അനുഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും സഭയുടെ മക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നതാണ് സഭയുടെ നിലപാട്. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്
ദൈവപ്രമാണങ്ങളിലെ 6-ാമത്തെ പ്രമാണത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച ദീപഗിരി സെൻറ് തോമസ് ഇടവകയിലെ മതാധ്യാപകർക്കും ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.